ഹായ്, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് വെക്കാൻ നമ്മൾ പ്ലാൻ ആക്കിയേക്കുന്നത് ചക്ക വരട്ടിയതാണ്. മാമ്പാറ അമ്മ വിളിച്ചവൻ പറഞ്ഞു ചക്ക ഒത്തിരി പഴുത്തിരിപ്പുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചക്ക വരട്ടിയതെന്നാൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അന്ന് നീ വന്നിട്ട് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അങ്ങ് ചെന്നത് കേട്ടോ. അപ്പോൾ അമ്മ ചക്കയൊക്കെ നല്ലതായിട്ട് അടത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ജാഗരിയും ഏലക്കായും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്, നെയ്യും ഒക്കെ. അപ്പോൾ ചക്ക നല്ലതായിട്ട് മിക്സിയിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഇളക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാൻ ആദ്യം നല്ലതായിട്ട് മിക്സിയിട്ട് അരച്ചിട്ട് ശർക്കര പൊടിയാണ് വാങ്ങിച്ചത് കേട്ടോ. ശർക്കരയായിട്ട് അതാകുമ്പോൾ എളുപ്പമാണെന്ന് വിചാരിച്ച് ശർക്കര പൊടി വാങ്ങിച്ചത്. അതാകുമ്പം നമുക്ക് ശർക്കര പാനിയൊന്നും ആക്കണ്ടായല്ലോ. അപ്പോൾ അതും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തേ. കുറേ നേരം നല്ല പണിയാണെന്ന് എനിക്കറിയാം. ഇത് കുറേ നേരം അമ്മയും പറഞ്ഞു കുറേ നേരം ഇളക്കണം, കൈയൊക്കെ വേദന എടുക്കുമെന്നേ. വെറുതെ ചക്ക ഇരിക്കുമല്ലോ, നമുക്കൊന്ന് വരട്ടി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, തീ കുറച്ചിട്ടിട്ട്. അങ്ങനെ കുറേ നേരം ഇളക്കി കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ അമ്മയോട് ഞാൻ പറഞ്ഞു ഏലക്ക പൊടിയായിരുന്നു നല്ലത് കേട്ടോ. പൊടിയില്ലായിരുന്നു, ഞാൻ ഏലക്കായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഏലക്ക ചതച്ചിട്ട് വാ, നമുക്ക് ഏലക്കായും ഇതിനകത്ത് ഇടാവുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന പൂമ്പാറ്റ കേട്ടോ, മാമൻ്റെ മോളെ. അവളെ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു കുറച്ച് നേരം ഇളക്കും, എൻ്റെ കൈ കഴിക്കുമ്പോൾ നീ ഇളക്കണമെന്നൊക്കെ പറഞ്ഞ് അവളോട് പറയുന്നു. അവൾ പറഞ്ഞു ഞാൻ ഇളക്കാമെന്നൊക്കെ പറഞ്ഞേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്കും പണി കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഏലക്കയൊക്കെ പൊടിച്ചു, അതും അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഇളക്കി കേട്ടോ. കുറേ നേരം ഇങ്ങനെ കുറച്ച് ഇളക്കിയപ്പം എനിക്ക് മനസ്സിലായി പണി പാളുവാണ്, പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു ടെൻഷന്. ഇങ്ങനെ ഈ വെള്ളം ഉള്ളത് കൊണ്ടാണ്, വെള്ളം തീരെ പറ്റി വേണ്ട ഇത് വരട്ടിയെടുക്കാനൊക്കെ ഉണ്ട് ചക്ക വരട്ടിയത്. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അതിന് എന്തെങ്കിലും സൊല്യൂഷനൊന്നും അറിയില്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കാൻ. ചെറുതായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ നല്ലതായിട്ട് കുറച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തേ. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പം തീ നല്ലതായിട്ട് കുറച്ചിടുമ്പം വലിയ പൊട്ടിത്തെറിയില്ലേ, കൂട്ടിയിടുമ്പോൾ നല്ലതായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണേ തീ കുറച്ചിട്ടിട്ടെ. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ പറ്റി വരുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ. കുറേ നേരം ഇളക്കിയപ്പോൾ എനിക്ക് കൈ കഴിച്ചപ്പോൾ ഞാൻ പൂമ്പാറ്റയോട് പറഞ്ഞു പൂമ്പാറ്റ ഇളക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ ഇളക്കാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കുറച്ച് നേരം ഇളക്കിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തു. അമ്മയാണെങ്കിൽ പിള്ളേർ രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞ് മാമാട്ടി ഉണ്ടായിരുന്നു, മിഷൂട്ടി ഉണ്ടായിരുന്നേ. അപ്പോൾ അവരെ രണ്ടിനെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ ഇരിക്കുക കേട്ടോ, ടി വി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഇളക്കണമെന്ന്. അപ്പോൾ പൂമ്പാറ്റയ്ക്കാണ് അടുത്ത ഡ്യൂട്ടി. അപ്പോൾ പൂമ്പാറ്റ നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ചു, അവിടെ കൈ കഴിക്കത്തില്ലേ, പിന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പിന്നെ വലിയ പേടിയൊന്നുമില്ല, അവളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള നെയ്യെല്ലാം കൂടെ തട്ടിയിടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊരു വലിയ സംഭവമായിരുന്നു അത്. പിന്നെ അമ്മയ്ക്ക് പണി കൊടുത്തു. അമ്മ വന്ന് കുറേ നേരം ഇളക്കി കേട്ടോ. അമ്മ പറഞ്ഞാൽ ചെറുതായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഓൾറെഡി അമ്മയുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്മ എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇളക്കാൻ കുറച്ച് സാരമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ഇളക്കിയപ്പോൾ അമ്മയ്ക്ക് കൈ കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം, ഞാനല്ലേ ചക്ക വരട്ടാമെന്ന് പറഞ്ഞത്. അപ്പം ഞാനും അമ്മ കുറേ നേരം, പിന്നെ പിള്ളേർ വഴക്കായിരുന്നു. അപ്പോൾ അമ്മ പിന്നെ പിള്ളേരുടെ അടുത്തങ്ങ് പോയേ. അത് കഴിഞ്ഞ് ഞാൻ പണി കൊടുത്തത് കുഞ്ഞാറ്റ കേട്ടോ, മാവൻ്റെ മൂത്ത മോക്കെ. അവളെ ഇളക്കണപ്പോൾ തന്നെ ചക്കയ്ക്കും പേടി തോന്നി, എനിക്കും പേടി തോന്നി. വേണ്ട നീ ഇനി ഇളക്കണ്ടെന്ന് പറഞ്ഞു. കഷ്ടം തോന്നി. അങ്ങനെ അവളെ ഞാൻ പറഞ്ഞു വിട്ടേ. പിന്നെ ബാക്കി ഡ്യൂട്ടി ഞാൻ തന്നെ ഏറ്റെടുത്തു. ഇത് എന്തായാലും വരട്ടണം, നമ്മൾ ഇത്ര ആക്കി വെച്ചതല്ലേ. പിന്നെ കുറേ നേരം വരട്ടി കൈയൊക്കെ കഴിച്ച് തുടങ്ങി. സാരമില്ല, എന്തായാലും ഫിനിഷ് ചെയ്യണമല്ലോ. അങ്ങനെ വരട്ടി നമ്മുടെ ഏകദേശം കുറച്ചൊക്കെ പറ്റി കേട്ടോ. പിന്നെ പൂമ്പാറ്റ ഇടയ്ക്ക് വന്ന് പഴട്ടി, അവൾക്ക് വലിയ ഇൻട്രസ്റ്റാണ് ഇതൊക്കെ ഇളക്കാനൊക്കെ. അവൾ വന്നിങ്ങനെ ഇളക്കി തന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ എന്തോ ചപ്പാത്തിയൊക്കെ അറിയാന്നുണ്ടാക്കാൻ പോയി. അപ്പുറത്തെ അടുപ്പിൽ അതും ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്ന് പറഞ്ഞു നല്ല പണിയല്ലേ, നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി വരണം, നല്ലതായിട്ട് ഇരിക്കണമെങ്കിലെന്ന്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അപ്പുറത്തെ അടുപ്പിൽ അവൾ മുളക് ഏതാണ്ട് കരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചുമയ്ക്കുമായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് വേർത്ത് കേട്ടോ, നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ വരട്ടി നമ്മുടെ ഫൈനൽ ഇങ്ങനെ നല്ലതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇളക്കി കുറേ കൂടെ ഇളക്കി കേട്ടോ. എന്തായാലും ഒരു വിധത്തിൽ ചക്ക വരട്ടിയത് ഒപ്പിച്ച് വെച്ചു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. വരട്ടി വന്നപ്പോഴേ നോക്കിയപ്പോൾ നല്ല ശർക്കരയും നെയ്യും ഏലക്കായും ഒക്കെ നല്ല പാകത്തിനാണ് വന്നത്. അങ്ങനെ നമ്മൾ ചക്ക വരട്ട് അവസാനമായി. ഇങ്ങനെ ചക്ക വരട്ടിയ ക്ഷീണത്തിന് നല്ല ചക്ക വേവിച്ചതും മാമ്പഴ പുളിശ്ശേരിയും കൂട്ടിയാണ് ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ടാറ്റാ, ബൈ ബൈ.